ബഹുമാനപ്പെട്ട അച്ഛൻ, മാതാപിതാക്കളെ, അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം. അത്യുന്നതത്തിൽ ദൈവത്തിന്റെ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലോകത്തിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന തലോടുകൾ സകല ജനത്തിനും വേണ്ടിയുള്ള ആ വലിയ സന്തോഷത്തിന്റെ സർവാർത്ത ദൈവത്തിന്റെ മുന്നിൽ മനുഷ്യർ അറിയിച്ച സുദിനമാണിത്. സകല ലോകത്തിന്റെ രക്ഷകനായി ലോകത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് കാലങ്ങൾക്ക് അതീതനായ ദൈവം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങിയ മഹനീയൻ. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ. മണ്ണിലറിയുന്ന മനുഷ്യരെ വിണ്ണിലേക്ക് ഇറങ്ങുവാൻ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിനമാണല്ലോ ക്രിസ്മസ്. എന്നാൽ ക്രിസ്മസ് എന്ന പ്രാർത്ഥന യേശുവിന്റെ ജനനമായി യാതൊരു ബന്ധവുമില്ലാത്ത ശ്രദ്ധേയമാണ്. കാരണം ക്രിസ്മസ് എന്ന പദത്തിന്റെ അർത്ഥം മാസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ബലി എന്നതാണ്. അതായത് പാപത്തിൽ മാനവകുലത്തെ രക്ഷിക്കുവാൻ ജീവൻ തന്നെ ഓർക്കുക എന്നതായിരുന്നു യേശുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യം. പ്രശസ്ത ഭജനപ്രഘോഷകനായ ബിഷപ്പ് കുണ്ടൻ ദേശി അഭിപ്രായപ്പെട്ടതുപോലെ ആദ്യം ഉൾക്കൊള്ളുന്ന യേശു പിറന്നാലും ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് വ്യർത്ഥമാണ്. കുടുംബം അതിന് യേശുവിനെ പ്രതിഷ്ഠിക്കുവാനും നാം ഉത്സാഹിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിന് ജനനം കൊടുക്കുവാൻ നാം പരിശ്രമിക്കണം. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് സ്വയം എഴുതപ്പെട്ടുകൊണ്ടാണ്. അവനെ കാണണമെങ്കിൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ പിറക്കണമെങ്കിൽ മനസ്സിൽ ലാഭവും കാത്തു സൂക്ഷിക്കുന്നവരും അഹങ്കാര ചിന്തകൾ വെടിയുന്നവരുമായിരിക്കും. അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും സമ്പത്തുമൊക്കെ ഒരിക്കൽ പ്രളയം ആരംഭിച്ചപ്പോൾ ജാതിമതഭേദമന്യേ ഒരു നവകേരളത്തിന്റെ നിർമ്മിതിക്കായി നമ്മൾ ഒരുമിച്ചത്. കാരണം അന്ന് പ്രളയം തകർത്തത് നമ്മുടെ സ്വാർത്ഥതയിലെ മലക്കെട്ടുകൾ വേരുകളുമായിരുന്നു. ഒരു വെള്ളപ്പൊക്കത്തിന്റെ ആയുസ് നമ്മുടെ സമ്പാദിക്കുള്ളൂ. അതുകൊണ്ട് സമ്പത്തിലും സമൃദ്ധിയിലും വേദ കാണിക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ദൈവം തന്റെ ഏകാന്തമായ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചത് ദൈവം ലോകത്തെ നമ്മെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടാണ്. സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും സന്ദേശം നൽകുന്ന ക്രിസ്മസ് ഒരു വിശ്വശാന്തി ദിനമാണ്. ജാതിമത രാഷ്ട്രീയ സാമുദായിക ബന്ധങ്ങൾക്ക് അതീതമായി മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും വ്യക്തികളുടെ മഹത്വം തിരിച്ചറിയുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അപ്പോഴാണ് സമാധാനത്തിന്റെ രൂപമായി ഈ ലോകത്തിലേക്ക് വന്ന ഉണ്ണീശ്വരൻ പ്രിയപ്പെട്ട ജീവനങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറുന്നത്. മനുഷ്യൻ ഇന്നും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. അവനെ കണ്ടെത്തുവാനുള്ള ഉദ്ഘാടനം നടത്താറുണ്ട്. പക്ഷേ സ്വന്തം ഭവനത്തിലും സ്വന്തം സഹോദരനും അതാരുമാകട്ടെ അവന് ദൈവത്തെ കണ്ടെത്തുവാൻ അവന് സാധിക്കുന്നില്ല. സ്വാർത്ഥതയുടെ മതക്കെട്ടുകളും ഗെയിമുകളും കുറിച്ച് സേവനത്തിന്റെയും സഹിഷ്ണുതയുടെയും പാഠം നിർമ്മിക്കുവാനാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാര സംഭവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തു ഇനിയും ഇറങ്ങണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നാം ആയിരിക്കുന്ന വിവിധ ഇടങ്ങളിൽ ക്രിസ്തു മനുഷ്യനായി തന്നെ ഇറങ്ങട്ടെ. അതിനായി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഇടം കൊടുക്കാം. ഏവർക്കും സന്തോഷപ്രദമായ ക്രിസ്മസും ഐശ്വര്യപൂർണമായ നവവത്സരവും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.